ന്യൂനത എവിടെ മൗലവി? 7 മിനിറ്റ് പ്രസംഗിച്ചു എന്നല്ലാതെ ഒരു ന്യൂനത ചൂണ്ടിക്കാണിച്ചാൻ കഴിയോ? വലിയ വിടൽസ് എന്താണെന്നറിയോ? ഞാൻ നിങ്ങളുടെ സനത് വായിച്ചാൽ ന്യൂനത കാണിച്ചു തരും. സനതങ്ങ് വായിച്ചു, ന്യൂനത കാണിച്ചു തന്നോ? അപ്പൊ പറയാണ് എല്ലാ സനതും വായിക്കണോ? അതെവിടത്തെ ഉസൂല? ആരേഖക്ക് പഠിപ്പിച്ചെന്നത്? ഒരു ഹദീസ്, ഒരു ഇമാമ് ഇന്ന ആൾ പറഞ്ഞു, സ്വീകാര്യോഗ്യമായിട്ട് ഒറ്റ സനത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു എന്ന് വന്നാൽ അത് മുസ്ലിം സമൂഹത്തിന് രേഖയാണ്. അതാണ് സ്വഹീഹായ ഹദീസ് എന്ന് എഴുതി വെച്ചത്. കുടുങ്ങി. ഇങ്ങനെ തന്നെ കുടുങ്ങല്. നിങ്ങൾക്ക് പറ്റിപ്പോയി. എനി പിടിച്ചോ അടുത്തത്. നിങ്ങൾ താരീഖ് ഇബ്നു അസാക്കിർ, അവിടെ നിന്നാണ് തുടക്കം. മജ്മഉ സവായിദ് 2, അബൂ യഅല 3. ഇനി അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി. അത് ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അതാ പറയുന്നു കേട്ടോ, ഇതിന്റെ 2733ാമത്തെ ഹദീസ്. എന്നിട്ട് പറഞ്ഞു ഈ ഹദീസിന്റെ മത്ന് മുഴുവൻ വായിക്കണം. വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു. അത് വായിച്ചു തന്നിട്ടുണ്ട്. രേഖ എന്താണ്? ഞങ്ങളുടെ ഭാഗം നിങ്ങൾ നിർവചനം പൊളിക്കലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും? അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. അത് പൊളിഞ്ഞു. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന വ്യക്തി വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? പൊളിഞ്ഞില്ലേ മൗലവി? എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ സനദും വായിക്കണം. അത് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന്? പുതിയ ഉസൂലികൾ ഉണ്ടാക്കല. ഞങ്ങൾ പറഞ്ഞ സനദിന് എന്താണ് കുഴപ്പം? എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ? അഖ്റജഹു അബൂ യഅല ഫീ മുസ്നദിഹി. ഈ ഹദീസിനെ അബൂ യഅല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സനദ് അഹ്മദ് ഇബ്നു ഈസ അഖ്ബറന ഹദതനാ ഇബ്നു വഹബ് അൻ നബി സഖർ അൻ സഈദ് അൽ മഖ്ബൂരി റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ എന്ന് പറഞ്ഞിട്ട് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു. ഖുൽതു അൽബാനിയാണ് പറയുന്നത്. വഹാദാ ഇസ്നാദുൻ